ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് വീട്ടിലെ വൈബ്സ്. പെട്ടെന്ന് മമ്മിയുടെ ഒരു സിഗ്നേച്ചർ പായസം, പരിപ്പ് പായസം ഉണ്ടാക്കാന്നു. മമ്മി, നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? വീഡിയോ എടുക്കാൻ. യെസ് യെസ്. ഓക്കെ, നമ്മളിവിടെ ശർക്കര ഉരുക്കി അത് അരിച്ചെടുത്ത് പരിപ്പും കൂടെ നല്ലോണം അത് അരിച്ചെടുത്തിട്ട് പരിപ്പ് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒരുപാട് വേവാൻ പാടില്ല, അരിയോ? ഒത്തിരി അങ്ങ് കുഴഞ്ഞ മാവ് പോലെ കുറച്ചൊരു ഇത് അത് രണ്ടും കൂടെ കിടന്ന് നല്ലോണം വേവണം. ഓക്കെ, ഇത് നല്ലോണം മിക്സ് ചെയ്തല്ലേ? ഒന്ന് കടിക്കുന്ന പോലെ പായസം കുടിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പരിപ്പ് അറിയണം. അതുകൊണ്ടാണ് ഇങ്ങനെ അടി പിടിക്കാതിരിക്കാൻ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കണം. ഇത് രണ്ടും കൂടെ ചേർന്ന് കുറച്ച് നേരം പറ്റണം. ശർക്കരയ്ക്കകത്ത് തന്നെ ഈ പരിപ്പ് കിടന്ന് കുറച്ച് നേരം വേക്കണം. അപ്പോൾ നമ്മൾ ആ പായസത്തിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. സൈഡ് ബൈ സൈഡ് ഇവിടെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ ഏലക്ക പൊടിച്ചത് ഇതെല്ലാം നമ്മൾ നെയ്യിൽ വറുത്ത് ഇടും. ചിലര് മറ്റേ എന്താണ് ചുക്കിന്റെ പൊടിയൊക്കെ ഇടും. ജീരകം നമ്മുടെ വീട്ടിൽ അത് ഇടാറില്ല, കാരണം നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഇത് ഞങ്ങളുടെ കിച്ചൺ ആണ്. ഇതണ്ടോ, ഇത്രയും കോഫി പൗഡറിന്റെ ബോട്ടിൽ ഉള്ളത്, ഇത്രയും കോഫി പൗഡറിന്റെ ബോട്ടിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കൈ എടുക്കാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ പായസം വേറെ എന്തെങ്കിലും ആയി പോകും. അതെ, അങ്ങനെ എന്തെങ്കിലും അടി പിടിച്ച പായസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ കാണിച്ച റെസിപ്പി നല്ലതല്ല എന്ന് പറയല്ലേ. ഇത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ വീട്ടിലുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. പരിപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ, പരിപ്പ് കറി വെക്കാനും ഒക്കെ സാമ്പാറിനും ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാവാറുണ്ട്. ശർക്കര ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും കാണും. ഓക്കെ, ഇത് തേങ്ങാപ്പാല്, തേങ്ങാപ്പാലിന് രണ്ടാം പാല്. ഇതൊന്നും രണ്ടും മാത്രമേ ഉള്ളൂ, മൂന്നില്ലേ? കുറുകണം നല്ല. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പേ ഒന്നാം പാൽ ഒഴിച്ച് ഒന്ന് ചൂടാകുന്നു. ഒത്തിരി അങ്ങനെ തിളക്കാൻ പാടില്ല. ഒന്നാം പാൽ. അപ്പൊ ഇത് രണ്ടാം പാൽ ഒഴിച്ചിട്ട് എത്ര നേരം? കുറച്ച് പറ്റി വരുമ്പോ 10-15 മിനിറ്റിനകത്ത് കുറുകി വരും അല്ലയോ? 200 ഗ്രാം പരിപ്പിന് 1.5 തേങ്ങയുടെ പാലെടുത്ത്. എത്ര 200 പരിപ്പിന് 1.5 തേങ്ങയുടെ പാല്, നല്ല തേങ്ങയുടെ. ഓക്കെ, പിന്നെ നമ്മുടെ ചിലത് ചെറുതായിരിക്കും, അല്ലെങ്കിൽ പാല് വറുക്കില്ല, അങ്ങനെയല്ലേ. നമ്മുടെ പച്ചത്തേങ്ങ, നല്ല പച്ചത്തേങ്ങ ആയിരുന്നുണ്ട്, അതുകൊണ്ട് 1.5 തേങ്ങയുടെ പാല്. നമ്മുടെ തെങ്ങിലെ നമ്മുടെ വീട്ടിലെ തെങ്ങിലെ തേങ്ങയാണ്, അപ്പൊ നല്ലതായിരിക്കും. ഇനി ഞാൻ വലിയ തേങ്ങ തന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ട് അതിന് ഒരു പായസം വെക്കണമെന്ന് ഞാൻ ടേസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. മധുരമൊക്കെ മതിയോ നോക്കാൻ, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ഒന്നും ചേർക്കണ്ട, പാല് മാത്രം ചേർത്താൽ മതി. ഓക്കെ, സോ ഇത് ഒന്നാം പാല്. ഓ, കണ്ടോ എത്ര തിക്കാ നോക്കിയേ. ഓക്കെ, ഓ നല്ല കുറുകി വരുന്നു. യെസ്, ആക്ച്വലി ഇത് നല്ല ബ്രൗൺ കളറായി. വീഡിയോയിൽ ഈ ലൈറ്റിങ് ഞാൻ എക്സ്ട്രാ ലൈറ്റിംഗ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ പുറത്തുനിന്നുള്ള ലൈറ്റിംഗ് ഒക്കെ കാരണം, ട്യൂബ് ലൈറ്റിന്റെ ഒക്കെ കാരണം കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇവിടുന്ന് കാണുമ്പോൾ എനിക്കറിയാം. ഏലക്കാപ്പൊടി. അപ്പൊ ഇതിന്റെ കൂടെ ജീരകം, ചുക്കും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, സോ നമ്മള് ഇതിവിടെ തിളയ്ക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇവിടെ നെയ്യ് ഇഷ്ടമില്ലാത്ത ഒരാളെ ഉള്ളൂ, എൻ്റെ മമ്മി. അതുകൊണ്ട് കുറച്ച് നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. അതിൽ അണ്ടിപ്പരിപ്പും ഈ ഡ്രൈ ഗ്രേപ്സും അതിനകത്തിട്ട് നല്ലോണം. അത് പിന്നെ അതിന്റെ പ്രൊസീജിയർ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി മാവ് കണ്ട കുറച്ച് പയർ ഇങ്ങനെ കിടക്കും. അതെ അതെ, അപ്പോഴാണ് ആ ടേസ്റ്റ്. അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വെന്ത് പോയാൽ മാവ് കലക്കിയെടുക്കുന്നത്. ഓക്കെ ഓക്കെ, സോ ഓക്കെ മമ്മിയുടെ ഒരു സന്തോഷത്തിന് നമ്മൾ
കുടിച്ചിട്ട് തന്നെ ഞാൻ ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, നമ്മളിവിടെ ഈ കൊടുത്തിരിക്കുന്ന അളവ് നമ്മൾ ഒരുപാട് മധുരമല്ല കേട്ടോ, ഒരു ലിമിറ്റിലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല സ്വീറ്റ് ടൂത്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഒഴിക്കാം. നമ്മളിവിടെ ലിമിറ്റഡ് ആണ്, ഞങ്ങൾക്കൊക്കെ ഇത് പെർഫെക്റ്റ്. അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. സോ ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.